ഹായ് മക്കളെ, ഫർഹാൻ സാറാണ്. അപ്പോൾ നാളെ നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഓണം എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു 10 ഡെറിവേഷൻസ്, ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ഡെറിവേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പോണത്, നാളത്തെ എക്സാമിന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡെറിവേഷൻസ് അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകണം. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 ഷുവർ ഡെറിവേഷൻസ്, അതാണ് സാറ് പറയാൻ വേണ്ടി പോണത് കേട്ടോ. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഡൈപോൾ ലൈൻ ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈനേക്കാളും കൂടുതൽ ചാൻസ് ഉള്ള രീതിയിലാണ് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ E = KP/R³ എന്നുള്ള ആ ഇക്വേഷൻ ആണ് ഫൈനലായിട്ട് അതിലേക്ക് എത്തേണ്ടത്. അപ്പോൾ എല്ലാ ഡെറിവേഷൻസിൻ്റെയും അവസാനത്തെ ഇക്വേഷൻ എന്താ എന്നുള്ളത് കൃത്യമായ ധാരണ നമുക്ക് വേണം. എന്നാൽ മാത്രമേ പ്രോബ്ലംസ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡെറിവേഷൻ അവസാനത്തിലേക്ക് എത്തിയോ എന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടാമത്തേതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്. ഗോസസ് ലോയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പ്രകാരം, അതായത് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. E = σ/2ε0 എന്നുള്ള ആ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. ദെൻ അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് എന്താണ്, ഓക്കെ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് അത് ഓൾറെഡി പറഞ്ഞു. ദെൻ അടുത്തതായിട്ടുള്ളത് വാട്ട് വിൽ ഹാപ്പൻ ദ ഡൈപോൾ പ്ലേസ്ഡ് എ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ചാൽ അതിന് ടോർക്ക് അനുഭവപ്പെടും. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് അടുത്തായിട്ട് വരേണ്ടത്. ടോ = PE sin θ. ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോഴുള്ള അതിന് കിട്ടുന്ന ടോർക്ക് PE sin θ P × E എന്നുള്ള ആ ഇക്വേഷൻ ഡെറിവേഷൻ ആണ് നമ്മൾ അടുത്തായിട്ട് പഠിച്ചിരിക്കേണ്ടത്. പിന്നെയുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും നമ്മൾ I = NAVD അല്ലെങ്കിൽ വീണ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ അടുത്തായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ദെൻ പിന്നെയുള്ളത് കിർച്ചോഫിന്റെ ലോ പഠിച്ചതിന് ശേഷം നമ്മുടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ എന്ത് പ്രൂഫ്, ബാലൻസിങ് കണ്ടീഷന്റെ ഡെറിവേഷൻ P/Q = R/S അല്ലെങ്കിൽ R1/R2 = R3/R4 അതിലേതെങ്കിലും ഒന്നിന് വെച്ചിട്ടുള്ള ആ ഡെറിവേഷൻ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. 100ൽ 110% ഉറപ്പായും വരുന്ന ചോദ്യമാണ്, വിട്ടുകളയരുത്. ഇതൊക്കെ സാറേ ഈ ഡെറിവേഷൻ ഒക്കെ നമുക്ക് എവിടുന്നാ കിട്ടുക സാറേ? ഈ ഡെറിവേഷൻ ഒക്കെ ആവശ്യമുള്ളവർ ഇന്ന് രാത്രി കൃത്യം 7:30 നടക്കുന്ന MS സൊല്യൂഷന്റെ +2 ചാനൽ നടക്കുന്ന ലൈവിലേക്ക് വന്നോ, സാറ് സെറ്റാക്കി തരുന്നതായിരിക്കും. ഒരു സംശയവും അതിൽ വേണ്ട. നിങ്ങൾക്ക് ഡബിൾ പാസ് ആവാനുള്ള മിനിമം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൽ സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, റെഡി. അടുത്തതായിട്ട് എൻ്റെ മനസ്സ് പറയുന്ന ഏറ്റവും വലിയൊരു ഡെറിവേഷൻ ആണ് R = mL/ne² τ × A അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ρ = m/ne² τ എന്നുള്ളതിന്റെ ഡെറിവേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഈ ഡെറിവേഷനുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ അടുത്തതാണെന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ്, ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ B = μ0I/2πr എന്നുള്ള ഇക്വേഷൻ. അതാണ് നമ്മൾ അടുത്തായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സാറേ, അതായത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സോളിനോഡിൽ B = μ0Ni എന്നുള്ള ആ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സോളിനോഡിന്റെ ഉള്ളിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുള്ളൂ. വിട്ട് കളയരുത്. പിന്നെയുള്ളത് രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന് ഇടയിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷന്റെ ഡെറിവേഷൻ μ0I1I2 × L / 2πd എന്ന ആ ഇക്വേഷനുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി അവസാനത്തെ ഇക്വേഷൻസ് കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രമേ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്റ്റെപ്പ് വിട്ടുപോയാലും അവസാനത്തേക്ക് ആ സ്റ്റെപ്പെങ്കിലും എഴുതി വെച്ചിട്ട് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉള്ളൂ. ദെൻ ഏറ്റവും അവസാനത്തായിട്ട് വരുന്നത്, അതായത് ഒരു ടോർക്ക് ഓൺ റെക്ടാങ്കുലാർ കറണ്ട് ലൂപ്പ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഒരു റെക്ടാങ്കുലാർ ലൂപ്പിന് വെക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ടോർക്ക് ആയിട്ടുള്ള ടോ = mB sin θ അല്ലെങ്കിൽ m × B എന്നുള്ളതിന്റെ ഡെറിവേഷൻ ആണ് അടുത്തായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇതെല്ലാം പഠിച്ചാൽ ഉറപ്പായിട്ടും നാളെ ചോദ്യ പേപ്പറിൽ കാണാനും വേണ്ടി പറ്റും. നല്ല പോലെ നമുക്ക് മാർക്ക് എന്ത് ചെയ്യാനും പറ്റും, സ്കോർ ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ.